കേരളക്കരയെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു പാലക്കാട് നെന്മാറയിലെ ഇരട്ടക്കൊലപാതക കേസ്. ആ കേസിൽ ഇപ്പോൾ പ്രതി ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചിരിക്കുന്നു. പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. കൃത്യം നടന്ന് 1.5 വർഷത്തിന് ശേഷമാണ് വിധി ഇപ്പോൾ വന്നിരിക്കുന്നത്. BNS വകുപ്പ് 103 1, 126, 2 എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ചെന്താമര കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചത്. വിധി പ്രഖ്യാപിക്കും മുൻപ് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചെന്താമരയോട് ചോദിച്ചപ്പോൾ തന്നെ തൂക്കിക്കൊന്നോളൂ എന്നായിരുന്നു ചെന്താമര കോടതിയിൽ മറുപടി പറഞ്ഞത്. ജൂലൈ 15 ശേഷം കേസിൽ ശിക്ഷ വിധിക്കും എന്ന വിവരം കൂടി പുറത്തു വരുന്നു. പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശി സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. ജൂലൈ 6 കേസിൽ വിധി പറയാനിരിക്കെ ജഡ്ജിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അത് മാറ്റിവെക്കുകയായിരുന്നു. കേസിലെ അന്തിമവാദം പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 4 ജൂൺ 30 പൂർത്തിയായിരുന്നു. ചെന്താമരയെ തൂക്കിക്കൊല്ലാൻ വിധിക്കണമെന്ന കേസിലെ സാക്ഷി പുഷ്പ മാധ്യമങ്ങളോട് തുറന്നു പറയുന്ന ഒരു ദൃശ്യവും നമ്മൾ ഇന്ന് കണ്ടിരുന്നു. കയ്യും കാലും വയ്യാത്ത ഞാനും കുഞ്ഞും കോയമ്പത്തൂരിലാണ്. ചെന്താമര പുറത്തിറങ്ങില്ല എന്ന് ഉറപ്പ് നൽകിയാലേ നാട്ടിലേക്ക് വരൂ. പുറത്തിറങ്ങിയാൽ എന്നെയും സജിതയുടെ മക്കളെയും കൊല്ലും. അയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. അയാൾ ജാമ്യത്തിലിറങ്ങിയാൽ ഞങ്ങളെ കൊല്ലുമെന്നാണ് പുഷ്പ പറഞ്ഞത്. 2025 ജനുവരിയിലാണ് നെന്മാറ പോത്തുണ്ടിയിൽ നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം നടക്കുന്നത്. അയൽവാസികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊല്ലുകയായിരുന്നു. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ചെന്താമര ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ഇരട്ടക്കൊലപാതകം നടത്തിയത്. സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇരട്ട ജീവപര്യന്തവും വിധിച്ചിരുന്നു. എന്നാൽ ഇയാൾ ജാമ്യത്തിലിറങ്ങി വീണ്ടും ഈ ഇരട്ടക്കൊലപാതകം നടത്തുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ കേസിൽ വിധി വന്നിരിക്കുകയാണ്. ഇനി ശിക്ഷ ജൂൺ 15 വിധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളക്കരയെ നടുക്കിയ ഒരു കൊലപാതക കേസിലാണ് ഇപ്പോൾ കോടതി വിധി പറഞ്ഞിരിക്കുന്നത്.